ഹായ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നൂസ് ടെസ്റ്റി കിച്ചൺ. അപ്പോൾ ഇന്നത്തേത് ഒരു സ്നാക്സിൻ്റെ റെസിപ്പി കേട്ടോ. നമ്മുടെ വൈകുന്നേരം 4 മണി ചായയുടെ കൂടെയൊക്കെ പെട്ടെന്ന് തന്നെ ഒരു സ്നാക്സ് വേണമെന്ന് തോന്നുമ്പോൾ ഓടിപ്പോയി റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന അത്രയ്ക്ക് എളുപ്പമായിട്ടുള്ള റെസിപ്പിയും കൂടിയാണ്. നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ചെറിയ ചെറിയ ചേരുവകൾ മാത്രം മതിയാവും. മാത്രമല്ല ഒരു പ്ലേറ്റ് നിറയെ സ്നാക്സ് നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. മാത്രമല്ല കുറച്ച് മാവ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് സ്നാക്സ് നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. ഇതേപോലെ നല്ല ഗുണ്ടുമണി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്സും കൂടിയാണ്. ഉള്ളൊക്കെ ആണെങ്കിലും നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് എങ്ങനെയാണ് അടിപൊളി സ്നാക്സ് റെഡിയാക്കുന്നതെന്ന് കണ്ടു നോക്കാം. കൂടെ തന്നെ റെസിപ്പിക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നല്ല സിമ്പിളായിട്ടുള്ള ഈ റെസിപ്പി ചെയ്തെടുക്കാനായിട്ട് ആദ്യമേ നമുക്കൊരു മിക്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഞാനിവിടെ 1 കപ്പ് മൈദ മാവാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ മൈദയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പിലോ അതിലേക്ക് ഗ്ലാസ്സിലോ 1 കപ്പ് മൈദമാവ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരേ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട. 1 കപ്പ് നമ്മുടെ മൈദമാവ് എടുക്കുമ്പോൾ ഒരേ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി മാത്രം മതിയാവും. നമ്മുടെ അപ്പുറം ഭാഗമൊക്കെ ആണെങ്കിൽ നല്ലപോലെ തന്നെ ഒന്ന് ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ മൈദമാവിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി ചോപ്പ് ചെയ്തതും അതേപോലെ തന്നെ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതുമാണ്. ഇപ്പോൾ ഇഞ്ചി എന്ന് പറയുന്ന ഒരേ 1 ടീസ്പൂണും അതേപോലെ തന്നെ നമ്മുടെ ഈ പച്ചമുളക് എന്ന് പറയുന്നത് ഒരു 2 പച്ചമുളക് എരിവ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഇതേപോലെ ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ചെറിയ ജീരകം അതാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ ജീരകമല്ല, ചെറിയ ജീരകം. ഇതിൻ്റെ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി നമ്മുടെ ഈ മിക്സിലേക്ക് കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു പിഞ്ച് അത്രയും മാത്രം മതിയാവും. കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1-2 പിഞ്ച് വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ മല്ലിയിലയും അതേപോലെ തന്നെ കറിവേപ്പിലയും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയിലയും കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ എന്താണെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കറിവേപ്പില ഒരു ചെറിയ 2 പിടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നല്ലപോലെ ഉള്ളൊക്കെ സോഫ്റ്റായി ശരിക്കും ഇങ്ങ് പൊങ്ങി വരാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഈ ചേർത്തിരിക്കുന്ന എല്ലാം കൂടി നല്ല രീതിക്ക് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും അതേപോലെ തന്നെ മല്ലിയിലയും കറിവേപ്പിലയും എല്ലാം ബേക്കിംഗ് സോഡയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സായി വരട്ടെ. ഇനി പൊടികളൊക്കെ നല്ലപോലെ തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാനായിട്ട് 1 കപ്പ് നമ്മുടെ കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഒരുപാട് പുളിയുള്ള തൈരൊന്നുമില്ല, ഒരു മീഡിയം സൈസ് പുളി അത്രയും ഉണ്ടാവുള്ളൂ. നല്ല പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ പുളിയൊന്ന് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മൈദമാവ് എത്ര എടുത്തോ അത്രയും തന്നെ വേണം നമ്മുടെ തൈരും കൂടി ചേർത്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കയ്യിലിരിക്കുന്ന തൈര് പല വിധത്തിലുള്ളതാണ്. ചിലത് നല്ല കട്ടിയുള്ള തൈരായിരിക്കും, ചിലത് അത്ര കട്ടിയില്ലാത്ത ചെറുതായിട്ടൊന്ന് ലൂസായിട്ടുള്ള തൈരായിരിക്കും. അപ്പം ഞാനെടുത്ത് നല്ല കട്ടിയുള്ള തൈരായതുകൊണ്ട് ഇതാ കണ്ടോ, നമ്മുടെ മിക്സും അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഒരേ 1 ടേബിൾ സ്പൂൺ കൂടി തൈരും കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളൊന്ന് നോക്കിയിട്ട് വേണം തൈര് ചേർക്കാനായിട്ട്. കുറച്ച് ലൂസുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1 കപ്പ് മാത്രം മതിയാവും. കേട്ടോ, നമ്മുടെ ആ 1 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി നമ്മളിതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ വേറെ വെള്ളം ഒന്നും എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട കേട്ടോ. ഈ തൈരിൻ്റെ ആ ഒരു പുളിയിൽ കിടന്നിട്ടാണ് നമ്മുടെ ഈ ബോണ്ട ശരിക്കും ഒന്ന് റെഡിയായി വരുന്നത്. അപ്പോൾ നമ്മുടെ മിക്സൊക്കെ ആണെങ്കിലും ഇവിടെ നല്ല രീതിക്ക് തന്നെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ സ്പൂണിലെടുത്ത് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ചെറിയൊരു കട്ടിയുണ്ട്, എന്നാൽ ഒരുപാട് ലൂസും ഇല്ലാത്ത ആ ഒരു പരുവത്തിൽ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ എത്തിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ടോ, ശരിക്കും ഒന്ന് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഈ രീതിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിക്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം. നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് കൊടുത്തതല്ലേ. അപ്പോൾ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് സെറ്റായി വരാനായിട്ട് ഒരു 10 മിനിറ്റ് അത്രയും മതിയാവും. അപ്പോൾ ഇത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് എണ്ണയൊക്കെ ആണെങ്കിലും നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. അതിനുശേഷം വേണം റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതേപോലെ കയ്യിൽ കുറച്ചെടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ കയ്യിൽ കുറച്ച് വെള്ളമോ അല്ലെന്നുണ്ടെങ്കിൽ എണ്ണയോ പറ്റിയിട്ട് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ കയ്യിലോട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിക്ക് തന്നെ നമുക്ക് കിട്ടുമേ. സ്പൂണിലാണെങ്കിലും ഇതേപോലെ കുറച്ച് ഒന്ന് ഇട്ട് കൊടുത്താലും മതിയാവും. കണ്ടോ, ഇതിപ്പോൾ ഒരു വശത്തിൻ്റെ കളറൊക്കെ ആണെങ്കിലും പതുക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി വന്ന് തുടങ്ങുമ്പോൾ പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത ഷേപ്പിൽ നിന്ന് നല്ലതുപോലെ തന്നെ ഒന്ന് പൊങ്ങി ശരിക്കും വീർത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ആ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് കേട്ടോ. നമ്മളിപ്പോൾ എണ്ണയിലേക്ക് മാവ് ഇട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് ഇട്ട് കൊടുക്കണ്ട. കാരണം ഇത് ഇങ്ങ് പൊങ്ങി വരുമ്പോൾ ഒരുപാടായിട്ട് ഇങ്ങ് വരും. അതുകൊണ്ട് കുറച്ച് ചെറിയ ബോൾസായിട്ട് മാത്രം നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോഴാണ് കാണാനാണെങ്കിലും അതേപോലെ തന്നെ കഴിക്കാനാണെങ്കിലും ചെറിയ രീതിക്ക് നമുക്ക് കിട്ടുള്ളൂ. ഇതാ 2 വശം റെഡിയായി, കളറൊക്കെ ഒന്ന് മാറി ഉൾഭാഗമൊക്കെ ആണെങ്കിലും നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചാൽ മതി. കൂട്ടിയോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചോ വെക്കണ്ട. ഇതാ കണ്ടോ, നന്നായിട്ട് റെഡിയായി കഴിയുമ്പോൾ നമുക്കിതങ്ങ് എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവും എണ്ണയിലേക്കിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് നമ്മുടെ മാവ് റെഡിയാക്കി എടുക്കാനും പറ്റും. നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ചെറിയ ചെറിയ ചേരുവകളും മാത്രം മതിയാവും. അപ്പോൾ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം, അത്ര മാത്രമേ ഉള്ളൂ താമസം. ഇപ്പോൾ മൈദ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ഉപയോഗിച്ചാലും മതിയാവും. മതിയാകുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും, അത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തുകൊണ്ട് ശരിക്കും ഇങ്ങ് പൊങ്ങി വരും. അതുകൊണ്ട് നമ്മൾ എടുത്ത മാവിൽ നിന്ന് ഏകദേശം ഇതേപോലത്തെ 2 പ്ലേറ്റ് നിറയെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ 1 പ്ലേറ്റാണ് ഞാൻ ചെയ്ത് വെച്ചതിൻ്റെ പകുതി മാവ് മാത്രം ഉപയോഗിച്ച് റെഡിയാക്കി എടുത്തതാണ്. അപ്പോൾ 2 പ്ലേറ്റും കൂടി വരുമെന്ന് പറയുമ്പോൾ ഒരുപാടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ വലിപ്പമൊക്കെ നമുക്ക് തീരുമാനിക്കാം കേട്ടോ. ചെറുതാക്കണോ വലുതാക്കണോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. കണ്ടോ, പുറം ഭാഗമൊക്കെ ആണെങ്കിൽ നല്ല പോലെ മുരിഞ്ഞ് ശരിക്കും സോഫ്റ്റായിട്ടാണ് ഉൾഭാഗമൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ചേരുവകൾ കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഈ കുട്ടി ബോണ്ട എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. കൂടെ തന്നെ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയർ കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലിനും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. മാത്രമല്ല നമ്മുടെ ഈ സ്നാക്സ് കഴിക്കുമ്പോൾ ഒരു ചൂട് ചായയുടെയും അതേപോലെ തന്നെ ചമ്മന്തിയുടെയോ സോസിൻ്റെയോ കൂടെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എല്ലാവരും മിസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കി കമൻസ് ഒക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കുക. നമുക്കിപ്പോൾ ഇതേപോലുള്ള പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നമ്മുടെ റെസിപ്പിയൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.